இல்ல இங்க குடிக்கிறதுக்கே தண்ணி இல்ல. யோ யோ அறிவில்ல, பின்னாடி போயா. പോ പോ. പിന്നാലെ പോയാ. എവിടത്ത് നിന്ന് ഞാൻ അല്ല അപ്പൊ ഇന്ന് കട തുറന്നില്ലേ? ഞാൻ ഇവിടെ അല്ലേ നിന്ന്. ഇങ്ങോട്ട് കയറണ്ട. പിന്നെ തള്ളല്ലേ തള്ളല്ലേ. അന്നപ്പം പോയാ. ഞാനും വിചാരിച്ചു ഞാൻ എവിടെയായിരുന്നു. പിന്നെ പോയി നിൽക്ക്. എപ്പോഴും പെണ്ണുങ്ങൾ തരയിൽ നിൽക്കൂ. ഓ നീ വലിയൊരു തിലോത്തമ്മ. ഞാനേ നേരത്തെ വന്ന് കുടം വെച്ചതാ ഇവിടെ. എന്നിട്ടാ കുടം ഇവിടെ? ആ കുടം തന്നെ ഈ കുടം ചെറിയൊരു ഓട്ട വീണതുകൊണ്ട് അടയ്ക്കാൻ കൊണ്ടുപോയതാ. തൽക്കാലം രാമകുട്ടിയാര് പറയുന്നു. ഇല്ല, ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കും. ഒരു വക്കാലത്തുകാരൻ കച്ചറ ഉണ്ടാക്കരുത്. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. വലിയ വിലയൊന്നുമില്ല. ഇങ്ങോട്ട് പോരേ. താൻ പോടെ കള്ള മാപ്പിള. ഞാനൊന്ന് നോക്കട്ടെ. ദേഹത്തോട്ട് കളിക്കരുത്. ഞാൻ പൊക്കോളാം. 100 പുളി കടം തരോ, 500 പഞ്ചാര കടം തരോ, ഒലക്കയുടെ മൂട് കടം തരോ, താൻ പടരിക്കുക. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഈ തെരുവിൽ മാത്രം വെള്ളത്തിന്റെ പൈപ്പ് ഒരു കാലത്തും വരില്ല. എങ്ങനെയാ വരിക? നേരും നെറിവുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ ഈ തെരുവില്? അപ്പൊ രാമേട്ടനോ? കളിത്തമാശയൊക്കെ അവനവന്റെ പ്രായത്തിലുള്ളത് മതി കേട്ടോ. അതെ, നീ ഇങ്ങനെ പുറകിൽ നിന്നാലേ നിന്റെ അച്ഛനെ നാളെ പോകാനൊക്കൂ. പുലർച്ചയ്ക്ക് എഴുന്നേക്കഞ്ഞിട്ടല്ലേ. കുട്ടികളായാലും അനുസരണ വേണം. മുതിർന്നവരോട് ഇത്തിരി ബഹുമാനം വേണമെന്ന് കൂടെ പറഞ്ഞു കൊടുക്ക. ഇഷ്ടപ്പെട്ടില്ലേ? ഉച്ച വരെ കുഴമ്പ് പെരട്ടി ഇതിനകത്ത് ഇങ്ങനെ നടന്നോളൂ. അവളാണെങ്കിൽ ഏറ്റവും പുറയില്ല. വണ്ടി വിട്ട് വന്നിട്ടും ഇല്ല. 10 മണിക്ക് മുമ്പ് കൃഷ്ണയിൽ ചെന്നില്ലെങ്കിലേ അവിടെയും കാണും 2 മൈൽ നീളത്തിലുള്ള ക്യൂ. എന്നാ പിന്നെ വന്നിട്ട് വിളിക്കാം. ഈ കുഴമ്പ് പുരട്ടിട്ടാ അതൊന്ന് തുടച്ചാ മതിയെന്നേ. നന്നായിരിക്കും. കുഴമ്പ് പുരട്ടി വെയിൽ കൊണ്ടാലേ വന്ന് മൂടി പൊതിച്ചൊരു കിടപ്പ് കിടന്നാ മതി. പിന്നെ എഴുന്നേക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞ ഇന്ന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ? പാലുകാരും കടക്കാരും ഒക്കെ വാതൊക്കെ വന്ന് കൈ നീട്ടി തുടങ്ങി. ഓ ശവവണ്ടി വന്നോ? ഉളുപ്പില്ലാത്ത രാത്രി മുഴുവൻ തണ്ണി അടിച്ച് വല്ല കടത്തിനേരും കിടന്നായിരിക്കും. കട തുറക്കാൻ വൈകി. പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. ഓഹോ, എന്നാലേ പോയി ക്യൂ പാലിക്കൂ. നാണു ഞാൻ പോയി ക്യൂ പാലിക്കൂ. തനിക്ക് തോന്നുമ്പോഴാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓശാരത്തിനല്ലല്ലോ. വെള്ളത്തിന് പേര് ഞാനും കൊടുക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോ ഇളിച്ചോണ്ട് വരും. താൻ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. ഈ വണ്ടിക്ക് എന്ത് പിടിവലിയാൻ തനിക്കറിയാവോ? വണ്ണിയർ തെരുവ്, ശിവൻകോവിൽ തെരുവ്, ഒറ്റവട തെരുവ്, ഇവിടുന്നൊക്കെ ദിവസം ആളുകൾ വന്ന് എന്റെ കാല് പിടിക്കുക. പാളയത്തൊന്നും ഇല്ല വെള്ളം. പിന്നെ മലയാളികൾ താമസിക്കുന്ന ഒരു തെരുവാണല്ലോ എന്ന് കരുതി നമ്മളൊരു ഇളവ് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോ അത് ഇല്ലാതാക്കാൻ നോക്കുക അല്ലേ? പിന്നെ ഈ ജാട കാണിച്ചാലുണ്ടല്ലോ ഞാൻ എന്റെ പാടിനൊക്കെ പോകും. അവസാനം താനൊക്കെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവിടെ കിടന്ന് ചാവും. പോയി പറയിക്കണോ? നിങ്ങളൊക്കെ തോറ്റില്ല കുട്ടിയായിരുന്നു. ഒന്ന് പോണം. ഈ കുട ആരുടേതാ? അതിനാടില്ല. ഈ ആളില്ല കുട ആരുടേതാ? കുട ആരുടമ്മ? ഈ ആളില്ല കുട ആരുടേതാ? അങ്ങനെ താനിപ്പോ ഇടയിലോട്ടൊന്നും കയറണ്ട. പോയി നിന്നാ മതി. കുട ആരുടമ്മ? ഇത് കാണില്ല. ആളില്ലെങ്കിൽ കുട ഒന്ന് മാറ്റി വെക്കണോ? നാണു മാറ്റ മാറ്റ ആ കുട മാറ്റ മാറ്റിയിട്ട് തന്റെ മാറ്റല്ലേ. അതാളില്ല കുടമല്ല, അത് ആളുള്ള കുടമാണേ. ഞാൻ വെച്ചതാ. ഒന്നോടൊന്നോ? അതെ, 2 കുടങ്ങൾ. മാറ്റ മാറ്റ മാറ്റ.
എന്തേ വെള്ളം പിടിക്കുന്നില്ലേ? ഞാൻ ഒത്തിരി പുറകിലായിപ്പോയി. മൂന്നേട്ടിന് എത്ര മണിക്ക് ഉണർന്നു? ഉണർന്നതൊന്നുമല്ല, കിടക്കുന്നതിന് മുമ്പ് രാത്രി 1 മണിക്ക് കുടം കൊണ്ടുവച്ചാ. വല്ലവരും കുടം കട്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ രഹസ്യം പുറത്ത് വിട്ടാലല്ലേ കള്ളന്മാർ വരൂ. ഇന്നെന്താ ഒരു ചമ്മനക്കുറിയൊക്കെ? കുളി കഴിഞ്ഞു? ഇന്നത്തെ ദിവസത്തിന് ഇത്തിരി മഹാത്മ്യമുണ്ട്. എന്നുവെച്ചാ ഒക്കെ ഉണ്ട്. വൈകുന്നേരം വന്നിട്ട് വിശദമായി പറയാം. പൂന്തേട്ട, കുളി കഴിഞ്ഞെങ്കിൽ ഒരു പാത്രം വെള്ളം. അച്ഛന് പെൻഷൻ വാങ്ങാൻ ട്രഷറി പോണം. മുകളിലോട്ട് വാ. അതെ, ഞാൻ തന്നാണെന്ന് അച്ഛനോടും അമ്മയോടും പറയണം. അയ്യേ, ചീപ്പ് ചീപ്പ് ചീപ്പ്. ചീപ്പ്. ഇതെങ്ങനെ ഇത്ര വേഗം കിട്ടി? അച്ഛന് ട്രഷറി പോണെന്ന് പറഞ്ഞ ഉടനെ മൂന്നേട്ടം തന്നാണമ്മേ. ആഹാ, അത് കൊള്ളാലോ. അല്ലേലും അവൻ സ്നേഹമുള്ള കൊച്ചനാണെന്ന് ഞാൻ പറയാറില്ലേ. ബഹളം വെക്കരുത്. ഇനി വണ്ടി എന്തോ ഒരു ലിഫ്റ്റ് തരാം. അയ്യോ, കുറച്ചു നാളൂടെ ജീവിച്ചാൽ കൊള്ളാമോ? വിടുകൂപിയേട്ടാ, നേരെ എത്രയെന്നറിയോ? എത്ര ആയാലെന്താ, ഞാൻ വീട്ടിൽ എത്താൻ തോന്നുന്നില്ല എന്റെ പൊന്നെ. മതിയെന്നേ. ഈ മറുക് ചെറുപ്പത്തിലേ ഉള്ളതാ. മറുക് പിന്നെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കോ? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഏറി പൊടിയാത്ത. അയ്യോ, എനിക്ക് ദേഹം മുഴുവൻ മറുകാണല്ലോ. തലവലാതിയാ. അതാ വരുന്നു. ആരാ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ഈ മൂരി ശൃംഗാരത്തിന്റെ ഓളി ഇത്തിരി കുറക്ക്. ഓ, വാഴക്ക വന്നെടുത്തെടുക്ക. ചേട്ടാ, ഞാൻ പോവാട്ടോ. ഞാൻ ഓഫീസിൽ പോവാ. എന്ത് വാങ്ങിക്കാൻ എല്ലാം പാടിയിട്ടാ. എല്ലാം പുതുസ് മോളെ. ആ, ചേട്ടാ. ഞാൻ പോട്ടോ, ഞാൻ പോവാ. ഈ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്ത്. ആ, ശരി. സുമിത്ര പിടിക്കുന്നു.
ആ